രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. യുവതിയെ അതിജീവിത എന്ന് വിളിക്കുന്നത് തെറ്റാണെന്നും കോടതി പോലും അതിജീവിത എന്ന് പരാമർശിക്കുന്നില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. താൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ല. യുവതിക്കെതിരെ രാഹുൽ ഈശ്വർ സൈബർ പോലീസിലാണ് പരാതി നൽകിയത്. വ്യാജ അതിജീവിതയെന്ന് അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി യുവതി പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വറും രംഗത്തെത്തിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ 16 ദിവസത്തോളമാണ് എന്നെ ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത്. അതിജീവിതയുടെ ഫോട്ടോ ഇട്ടു എന്നും അല്ലെങ്കിൽ ആ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീട് അത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് വളരെ വേഗമായൊരു വകുപ്പ് ചുമത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇടുകയുണ്ടായി. ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഭർത്താവിന്റെ വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ എനിക്കെതിരെ ഒരു പരാതി വരുന്നതെന്ന് ഉദ്ദേശിച്ചാണ്. ഇന്നലെ ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന അവസരത്തിൽ ഈ സ്ത്രീയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവുണ്ട് എന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം എന്നോട് തീർക്കുകയാണ്. അതിന്റെ ജാള്യത മറയ്ക്കാനാണ്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കർശനമായ ഉപാധികളോടെയാണ് രാഹുൽ ഈശ്വറിന് ഈ കേസിൽ, സൈബർ അധിക്ഷേപ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷവും വീണ്ടും ഈ അതിജീവിതയെ, ഈ പരാതിക്കാരിയെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ഇതേ തുടർന്ന് ഈ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. അതായത് ഈ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വറിൻ്റെ നീക്കം. ഇവിടെ പറയുന്നുണ്ട് അതിജീവിതയെന്ന് ആ യുവതിയെ വിളിക്കരുത്, അത് കോടതി പോലും അങ്ങനെ പരാമർശിക്കുന്നില്ല എന്ന്. ഇത്തരം പരാമർശങ്ങളിൽ എന്താണ് രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്? തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കെതിരെയുള്ള ശബ്ദം അടിച്ചമർത്താനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളെ കണ്ടത്. 16 ദിവസം തനിക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പരാതി നൽകിയിരിക്കുന്ന യുവതി, അവർ അതിജീവിത എന്നവർക്ക് വിശേഷണം അവർക്ക് ചേരില്ല. അതേസമയം അവർ പരാതിക്കാരി മാത്രമാണ്. അവർ വ്യാജ പരാതിയാണ്. വ്യാജ അതിജീവിത എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ പരാതിക്കാരിയായ യുവതി കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥയായ ജി പൂങ്കുഴലിക്ക് വീണ്ടും പരാതി നൽകുന്ന സാഹചര്യം, രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം ഈ യുവതിക്കെതിരെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പരാതി നൽകിയിരിക്കുന്നത്. അതായത് രാഹുൽ ഈശ്വറിനെ കുടുക്കാനുള്ള ശ്രമം ബോധപൂർവം ഉണ്ടായതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പരാതി. എന്തായാലും സൈബർ ക്രൈം പോലീസിന്റെ മുമ്പിൽ രാവിലെ എത്തിയാണ് രാഹുൽ ഈശ്വർ ഇത്തരത്തിലൊരു പരാതി കൈമാറിയിരിക്കുന്നത്. അതിൽ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങളെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നുവെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ഭാഗമായാണ് തന്നെ 16 ദിവസം ജയിലിൽ അടച്ചതെന്നും പറയുന്നു. മാത്രമല്ല, ഇരയെന്ന വിശേഷണത്തിന്, രാഹുൽ മാങ്കൂട്ടം കേസിലെ ഈ പരാതിക്കാരിയായ യുവതി ഇരയെന്ന വിശേഷണത്തിന് ചേരുന്നയാളല്ല എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പരാതിക്കാരി ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടേക്കും. അങ്ങനെയെങ്കിൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഇന്നലെ അവർ നൽകിയ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വീണ്ടും പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിക്കൊണ്ട് രാഹുൽ രംഗത്തെത്തിയെന്ന ആവശ്യം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുലിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതി വീണ്ടും അന്വേഷണ സംഘത്തെ കാണാൻ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം നടന്നിട്ടില്ല, തന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ. മാധ്യമങ്ങളെ കാണരുതെന്ന വ്യവസ്ഥ വെച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാമർശവും തനിക്കെതിരെ ഉണ്ടായിട്ടില്ല. തനിക്കെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് സൈബർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. 16 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കെതിരെയുള്ള ശബ്ദം അടിച്ചമർത്താനുള്ള നീക്കമാണ് തന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും നടത്തിയിരിക്കുന്നത്. അതായത് ഡാൻ, തുടർച്ചയായ 2 ദിവസങ്ങളിൽ
രാഹുൽ ഈശ്വർ ഈ പരാതിക്കാരിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അതോടൊപ്പം ഇന്നലെ രാഹുൽ ഈശ്വർ പറഞ്ഞത് ആണിനെ കൊടുക്കാൻ എന്ത് എളുപ്പമാണെന്ന് ആലോചിച്ചു നോക്കൂ, ഈ പുരുഷവേട്ട ഇല്ലാതാക്കണമെന്നാണ് പോലീസ്, കോടതി, നിയമ സംവിധാനങ്ങളോട് പറയാനുള്ളതെന്നായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം. ഇന്നായപ്പോൾ നേരിട്ട് ഈ അതിജീവിതയ്ക്കെതിരെ പരാമർശം നടത്തുന്നു. ഇവരെ ഈ യുവതിയെ അതിജീവിത എന്ന് വിളിക്കരുതെന്ന് പറയുന്നു. സ്വാഭാവികമായും ഈ യുവതി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം? കാരണം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പോലീസ് ഈ വിഷയത്തിൽ നൽകുന്ന വിവരം? 7-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ നാടകീയമായ നീക്കങ്ങളൊക്കെ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അവിടെയും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് സാധ്യത. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പരാതിക്കാരിയായ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചാരണം വലിയ തരത്തിൽ ബോധപൂർവം തന്നെ നടക്കുന്നുണ്ട് എന്ന വിമർശനം നേരത്തെ മുതൽ ഉയരുന്നതാണ്. അതിനിടയിലാണ് രാഹുൽ ഈശ്വർ ഇതേ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച 16 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ച രാഹുൽ ഈശ്വർ വീണ്ടും നേരിട്ട് ഈ യുവതി ആരാണ് എന്ന അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് യൂട്യൂബ് വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ പ്ലാറ്റ്ഫോമിൽ അത് കിടക്കുന്നതിനെതിരെ യുവതി വീണ്ടും പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ജി പൂങ്കുഴലിക്ക് അവർ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് അന്വേഷണ സംഘത്തിന്, അതായത് സൈബർ ക്രൈം പോലീസിൽ ഈ പരാതി കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായി രാഹുൽ ഈശ്വറിന്റെ മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും നടപടിയിലേക്ക് പോകാൻ അന്വേഷണ സംഘം നിർബന്ധിതമാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും ഡാൻ, അതോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ യുവതിയുടെ ഭർത്താവ് പോലീസിലെ മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകിയത്. അതായത് തൻ്റെ കുടുംബജീവിതം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു യുവാവ് രംഗത്തെത്തിയത്. ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ യുവതിയുടെ ഭർത്താവിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി കഴിഞ്ഞതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നീക്കങ്ങളിലേക്ക് അവർ കടക്കുമോ എന്നത് ഇനി അറിയാനുള്ള കാര്യമാണ്. BNS സെക്ഷൻ 84 ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് യുവതിയുടെ ഭർത്താവ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഇമെയിലായി അയച്ചിരിക്കുന്ന പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് മേധാവി അത് ADGPക്ക് കൈമാറുന്ന ഒരു സ്വാഭാവിക നടപടിക്രമമാണ് ഉണ്ടാകേണ്ടത്. അതിന്റെ ഭാഗമായി തുടർ നീക്കങ്ങൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെ അതിന്റെ അന്വേഷണം ഏൽപ്പിക്കുകയാണോ അതോ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ ഈ കേസ് കൈമാറുകയാണോ ചെയ്യുക? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരാനുണ്ട്. എന്തായാലും ഈ പരാതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അത് ഏത് തരത്തിലായിരിക്കും ആ നടപടിക്രമങ്ങൾ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതിന്റെ ഭാഗമായി വീണ്ടും ഒരുപക്ഷെ യുവതിയുടെ ഭർത്താവിനെ മൊഴിയെടുക്കാനുള്ള സാധ്യത അടക്കം നിലനിൽക്കുകയാണ്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറിനെതിരെ യുവതി സൈബർ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുന്നു, രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പരാതി നൽകി. ഇതിന്റെ പിന്നാലെയാണ് യുവതിക്കെതിരെ രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരിക്കുന്നത്.